എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത രണ്ട് സിനിമകളാണല്ലോ അജയന്റെ രണ്ടാം മോഷണവും അതുപോലെ തന്നെ കിഷ്കിന്ധാകാണ്ഡവും. ഈ രണ്ട് സിനിമകളുടെ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വന്നിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് നായകനെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണ്. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ അജയന്റെ രണ്ടാം മോഷണം. പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമ ഇപ്പോൾ ഇത് ചിത്രം 5-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ 4 ദിവസങ്ങൾ കൊണ്ട് ARM എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 13,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 32 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു കളക്ഷനോട് കൂടി ടോവിനോ തോമസ് മറ്റൊരു റെക്കോർഡ് കൂടി മറികടന്നിരിക്കുകയാണ്. ടോവിനോ തോമസിന്റെ ഇതുവരെയുള്ള കരിയറിലെ വെച്ച് ഏറ്റവും കൂടുതൽ ആദ്യ വീക്കെൻഡ് കളക്ഷൻ നേടുന്ന സിനിമ ഇതിനോടകം തന്നെ ARM മാറിയിരിക്കുകയാണ്. നിലവിൽ ARM എന്ന സിനിമ 32 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം വീക്കെൻഡ് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വമ്പൻ കളക്ഷനായി വമ്പൻ തരംഗത്തോടുകൂടി ഇപ്പോഴും മുന്നേറുന്ന ARM എന്ന സിനിമയുടെ 5-ാം ദിവസമായി ഇന്നും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മറ്റൊരു മലയാള സിനിമയാണല്ലോ കിഷ്കിന്ധാകാണ്ഡം. ആസിഫ് അലി നായകനായി എത്തിയ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസിൽ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ സിനിമകളിൽ വെച്ച് ARMനേക്കാൾ മികച്ചൊരു റെസ്പോൺസ് നേടിയ സിനിമ കൂടിയായിരുന്നല്ലോ കിഷ്കിന്ധാകാണ്ഡം. ഇപ്പോൾ ഇത് ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4-ാം ദിവസമായി ഇന്നലെ ചിത്രം 1,80,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ 4,37,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ കേരളത്തിന് പുറത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 65 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വീക്കെൻഡ് കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നേടുന്ന സിനിമ ഇതിനോടകം തന്നെ കിഷ്കിന്ധാകാണ്ഡം മാറിയിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ GCC കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം GCC കൺട്രീസിൽ നിന്നും മാത്രം ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് 4,03,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യം 4 പ്രധാനപ്പെട്ട ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 9,05,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ വമ്പൻ തരംഗമായി വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനോടെ ഇപ്പോഴും മുന്നേറുന്ന സിനിമ കൂടിയാണ് ആസിഫ് അലിയുടെ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലോ ബഡ്ജറ്റ് സിനിമ കൂടിയായ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ. ചിത്രത്തിന്റെ 5-ാം ദിവസമായി ഇന്നും ചിത്രത്തിന് ഇന്നലത്തെ സമാനമായിട്ടുള്ള ഒരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കേണ്ടതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.